ഗുരുവായൂർ സീറ്റിൽ കൈപ്പത്തി ചിഹ്നമുള്ള സ്ഥാനാർത്ഥി വേണമെന്ന് കെപിസിസിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ജോസഫ് ടാജറ്റ്. കെ മുരളീധരൻ ഗുരുവായൂരിൽ സ്ഥാനാർത്ഥിയായി വരുമെന്ന വാർത്തയോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. 1240 വോട്ടിനാണ് കുറവ് പോയിരിക്കുന്നത്. അത് ചാവക്കാടും ഗുരുവായൂരും മുനിസിപ്പൽ പ്രദേശങ്ങളിൽ മാത്രമാണ്. ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും ഏങ്ങണ്ടിയൂർ ഒഴിച്ച് വളരെ ശക്തമായി മുന്നേറാൻ സാധിച്ചു. 4 പഞ്ചായത്ത് കോൺഗ്രസ് തന്നെ പിടിച്ചിട്ടുണ്ട്, ഒരെണ്ണം ലീഗും കൂടെ കടപ്പുറം ലഭിച്ചു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ ശക്തവും വളരെ അടിത്തറയുള്ള കോൺഗ്രസിനെ സംബന്ധിച്ച് നല്ലൊരു മണ്ഡലമാണ്. ഈ രണ്ട് കൂട്ടർക്കും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വെച്ചുമാറ്റം നടക്കുകയാണെങ്കിൽ അത് നന്നായി. തീർച്ചയായും ഞങ്ങളത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഞങ്ങളിവിടെ ജില്ലയ്ക്കകത്ത് UDFിലെ ലീഗുമായി നല്ല ബന്ധത്തിലാണ് പോകുന്നത്. ഇവിടെ അങ്ങനെ ഒരു ചർച്ചയില്ല, ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഇത് സ്റ്റേറ്റ് UDF ആണ് ചർച്ച ചെയ്യേണ്ടത്. അവർ ചർച്ച ചെയ്ത് ഞങ്ങൾ KPCCയോട് ആവശ്യപ്പെട്ട ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ച് തരികയാണെങ്കിൽ വളരെ സന്തോഷം. കോർപ്പറേഷൻ മേയറുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം? ഞങ്ങളിപ്പോൾ ഇന്നലെയാണ് പാർലമെന്ററി പാർട്ടി യോഗം നടന്നത്. ഇനി സ്വാഭാവികമായും അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് ഇപ്പോൾ യോഗം DC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി. ഇനി ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരും സ്റ്റേറ്റ് ലീഡർഷിപ്പുമായി ആലോചിച്ച് ഉടൻ തന്നെ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കും. നടരാജ് പരശുരാം ചേരുന്നുണ്ട്. നടരാജ്, ഗുരുവായൂർ സീറ്റ് അത് മുരളീധരൻ മത്സരിക്കുന്നില്ല എന്ന് രാവിലെ പ്രതികരണം വന്നതിന് ശേഷമാണ് ജില്ലാ നേതൃത്വം അതിൽ പ്രതികരിക്കുന്നത്. കോൺഗ്രസിന് തന്നെ ആ സീറ്റ് വേണമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ? എങ്ങനെയായിരിക്കും UDF അത് ചർച്ച ചെയ്യുക? ഹലോ നടരാജ്, കേൾക്കാമോ? ചോദ്യം ഒന്ന് ആവർത്തിക്കാമോ? നടരാജ്, ജില്ലാ നേതൃത്വത്തിന്റെ ഗുരുവായൂർ സീറ്റിൽ ജില്ലാ നേതൃത്വത്തിന്റെ മുരളീധരന്റെ വാക്കുകൾക്ക് ശേഷം എന്താണ് നിലപാട്? കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ ആള് വരണമെന്നാണ്, മറ്റാർക്കും കൊടുക്കരുതെന്നാണ്? തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ഇവരെയൊക്കെ സഹായിക്കാൻ DCC പ്രസിഡന്റും KPC ഭാരവാഹികളൊക്കെ ഉണ്ട്. ഇവരെയൊക്കെ സഹായിക്കേണ്ട ചുമതലയാണ് എനിക്ക്. ഗുരുവായൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി ഞാനൊരു ഗുരുവായൂരപ്പ ഭക്തനാണ്, അത് മാത്രമേ. മുന്നണി ചർച്ചകളൊക്കെ ജനുവരി ആദ്യ വാരത്തിൽ ആരംഭിച്ച് ജനുവരി മധ്യത്തോടുകൂടെ മാത്രമേ പൂർത്തിയാക്കൂ. അതല്ലാതെ ഒരു ചർച്ചയും നടക്കുന്നില്ല. എനിക്ക് ആഗ്രഹം ഈ ഇലക്ഷന് നേതൃത്വം കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹം. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ പോലെ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹം. മത്സരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ബാക്കിയെല്ലാം പാർട്ടി പറയുന്ന പോലെ അനുസരിക്കും. നടരാജ് ചേരുന്നുണ്ട്. നടരാജ്, ജില്ലാ നേതൃത്വത്തിന്റെ നിലവിലെ നിലപാട് എന്താണ്? ഗുരുവായൂർ സീറ്റ് അത് കോൺഗ്രസിന് തന്നെ, കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ ആള് മത്സരിക്കണമെന്നാണ്. മുരളീധരൻ രാവിലെ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ആ സീറ്റുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും UDF ചർച്ച നടത്തുക? DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അല്പസമയം മുമ്പാണ് നമ്മോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് പ്രവർത്തകർക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗുരുവായൂരിൽ വരണമെന്ന വികാരം കാലങ്ങളായിട്ടുണ്ട്. ഈ വികാരം KPCC അറിയിച്ചിട്ടുണ്ട് എന്നാണ്. അതായത് കെ മുരളീധരൻ ഗുരുവായൂരിലേക്ക് വരുന്നൊരു സാധ്യത DCC തള്ളുന്നില്ല എന്ന് വേണം നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കാൻ. അതായത് പ്രവർത്തകർക്ക് ഇത്തരം ഒരു വികാരമുണ്ട്. ഈ വികാരം നേരത്തെ തന്നെ KPCC അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഗുരുവായൂരിൽ മത്സരിക്കുകയാണെങ്കിൽ സീറ്റ് പിടിച്ചെടുക്കാനുള്ള ഒരു സാധ്യത നല്ല രീതിയിലുണ്ട്. എല്ലാ കാലത്തും കോൺഗ്രസിന് ഗുരുവായൂരിൽ പിന്തുണ ഉണ്ടായിരുന്നു. പലപ്പോഴും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഭേദപ്പെട്ട നേട്ടം ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. കെ മുരളീധരനെ പോലെ ഒരാൾ അല്ലെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായാൽ അത് സീറ്റ് പിടിച്ചെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗുരുവായൂരിൽ വരുന്നത് DCC പ്രസിഡന്റും തള്ളുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേസമയം ലീഗിനെ പിണക്കാൻ തങ്ങളില്ലെന്നും ജില്ലാ നേതൃത്വത്തിന് ഒരു തീരുമാനമില്ലെന്നും UDFന്റെ സംസ്ഥാന നേതൃത്വമാണ് ഒരു തീരുമാനം എടുക്കേണ്ടതെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. എല്ലാർത്ഥത്തിലും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വരുന്നതിന് DCC സ്വാഗതം ചെയ്യുമ്പോഴും അതിന്റെ അന്തിമ തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന് വിടുകയാണ് ജോസഫ് ടാജറ്റ് ചെയ്യുന്നത്. ധന്യ.